കൊടും പട്ടിണിയിലാണ് ഗസ. UN ഉൾപ്പെടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പട്ടിണിയും ആക്രമണവും പലസ്തീൻ ജനതയുടെ ജീവനെടുക്കുന്നു. അതിദാരുണമായ റിപ്പോർട്ടുകളാണ് ഗസയിൽ നിന്ന് വരുന്നത്. ഗസയെ സ്വന്തമാക്കുമെന്ന് അധികാരമേറ്റെടുത്ത ഉടൻ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഗസയെ വിനോദസഞ്ചാര കേന്ദ്രമായി സങ്കല്പിക്കുന്ന AI വീഡിയോ ട്രംപ് പങ്കുവച്ചു. ഇതിനെതിരെ ലോകം മുഴുവൻ പ്രതിഷേധമുയർന്നതോടെ ട്രംപ് പ്രഖ്യാപനത്തിൽ നിന്ന് മാറി. ഹമാസിൻ്റെ സമൂലനാശമാണ് US-ൻ്റെയും ഇസ്രായേലിൻ്റെയും ലക്ഷ്യം. അതിനായി പല പദ്ധതികളും ഒരുക്കുകയാണ് ഇരു രാജ്യങ്ങളും. ഹമാസിനെ തകർത്താൽ ഗസയുടെ മാത്രമല്ല, മേഖലയുടെ മുഴുവൻ നിയന്ത്രണവും തങ്ങളുടെ കൈകളിൽ വരുമെന്ന് ഇസ്രായേലും US-ഉം ചിന്തിക്കുന്നുണ്ട്. പട്ടിണി ആയുധമാക്കിയാണ് ഇസ്രായേൽ ഗസയിൽ പലസ്തീൻ വംശഹത്യ നടപ്പാക്കുന്നത്. ട്രക്കുകളെ ഇസ്രായേൽ സൈന്യം ഗസയിലേക്ക് കടത്തിവിടുന്നില്ല. ഇതിനെതിരെ UN ഉൾപ്പെടെ വിമർശനം ഉയർത്തിയിട്ടും ഇസ്രായേൽ കേട്ട ഭാവം നടിച്ചിട്ടില്ല. അതിനിടയിൽ പുതിയൊരു പദ്ധതിയുമായി എത്തിയിരിക്കുകയാണ് US-ഉം ഇസ്രായേലും. US ഇസ്രായേൽ പിന്തുണയുള്ള സഹായ വിതരണത്തെ സംശയത്തോടെയാണ് ലോകം നോക്കുന്നത്. സഹായ വിതരണം സംഘം ഗാസയിൽ ആരംഭിക്കുകയും ചെയ്തു. ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന പേരിലാണ് സഹായ വിതരണം. എന്നാൽ എവിടെയൊക്കെ എത്ര സഹായം വിതരണം ചെയ്തെന്ന് സംഘടന വ്യക്തമാക്കിയില്ല. സുരക്ഷിത മേഖലയിൽ ഭക്ഷണം വിതരണം ചെയ്തെന്നാണ് സംഘടന അവകാശപ്പെട്ടത്. വലിയൊരു തന്ത്രം ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷന് പിന്നിലുണ്ടെന്നാണ് വിമർശനം. സായുധരായ സുരക്ഷാ ജീവനക്കാരെ ഉപയോഗിച്ചാണ് സംഘടന സഹായ വിതരണം നടത്തുന്നത്. ഗസയിൽ പ്രധാനമായും ഭക്ഷണം വിതരണം ചെയ്യുന്നത് UN ആണ്. UN-നെ ബൈപ്പാസ് ചെയ്യാനാണ് ഇസ്രായേൽ US പദ്ധതിയായ ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ്റെ ലക്ഷ്യമെന്നാണ് വിലയിരുത്തൽ. ഗസയിലെ 2.1 മില്യൺ ജനങ്ങൾക്ക് ഭക്ഷണവും മറ്റ് അവശ്യ സാധനങ്ങളും നൽകുന്നത് UN ആണ്. അതിനെ അട്ടിമറിക്കുകയാണ് ഇരു രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന സഹായ വിതരണത്തിൻ്റെ ലക്ഷ്യം. കഴിഞ്ഞ 11 ആഴ്ചയായി തുടർച്ചയായി ഗസയിൽ ഇസ്രായേൽ ഉപരോധം തുടരുകയാണ്. കൊടും പട്ടിണിയിലായ ഗസയെ രക്ഷിക്കാനെന്ന പേരിൽ അവതരിപ്പിച്ച ഈ പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങളും ഉയരുന്നുണ്ട്. UN-ഉം മറ്റ് നിരവധി സഹായ ഗ്രൂപ്പുകളും GHF-ൻ്റെ പദ്ധതികളുമായി സഹകരിക്കാൻ വിസമ്മതിച്ചിട്ടുണ്ട്. അവ മാനുഷിക തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും സഹായം ആയുധമാക്കുന്നതായി തോന്നുന്നുവെന്നും അവർ പറയുന്നു. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് വ്യാപക വിമർശനം ഉയർന്നതോടെ പട്ടിണി നേരിടാൻ ഗാസയിലേക്ക് ഭക്ഷണം അനുവദിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. US-ൻ്റെ സഖ്യകക്ഷികളുടെ സമ്മർദ്ദം ഉൾപ്പെടെ ഉയർന്നതോടെയാണ് വിശദീകരണവുമായി നെതന്യാഹു എത്തിയത്. പിന്നാലെ ധാന്യപ്പൊടി, കുഞ്ഞുങ്ങളുടെ ഭക്ഷണം, മെഡിക്കൽ സാധനങ്ങൾ എന്നിവയുൾപ്പെടെ 665 ലോറി സഹായങ്ങൾ ഗസയിലേക്ക് അനുവദിച്ചതായി ഇസ്രായേൽ അധികൃതർ പറഞ്ഞു. എന്നാൽ ഇതൊന്നും ഗസയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പര്യാപ്തമല്ലെന്നാണ് UN-ൻ്റെ ലോക ഭക്ഷ്യപരിപാടിയുടെ തലവൻ ഞായറാഴ്ച മുന്നറിയിപ്പ് നൽകിയത്. UN-ൻ്റെ പിന്തുണയുള്ള ഇൻ്റഗ്രേറ്റഡ് ഫുഡ് സെക്യൂരിറ്റി ഫേസ് ക്ലാസിഫിക്കേഷൻ നടത്തിയ വിലയിരുത്തലിൽ വരും മാസങ്ങളിൽ 1,00,000 ആളുകൾ പട്ടിണി നേരിടുമെന്നാണ് പറയുന്നത്. ഈ സഹായ വിതരണങ്ങളെയെല്ലാം തകിടം മറിക്കുകയാണ് ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ്റെ ലക്ഷ്യമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഗസയിൽ ഹമാസിൻ്റെ സ്വാധീനം കുറയ്ക്കാനുള്ള തന്ത്രങ്ങളാണ് ഇതെല്ലാം എന്നാണ് നിരീക്ഷണം. ഹമാസിനെ ഇല്ലാതാക്കുകയാണ് ഇസ്രായേലിൻ്റെയും US-ൻ്റെയും ലക്ഷ്യം.